ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 82ാമത്തെ ദിവസം. ഇന്ന് ശ്രീമദ് നാരായണീയം 8ാമത്തെ ദശകത്തിൽ 7ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ശ്ലോകം, അർത്ഥം, ശ്ലോകം, ഭാഷാഗാനം അല്ലെങ്കിൽ ശ്രീഹരിയം, തുടർന്ന് സമർപ്പണം. ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 81 ദിവസവും അത് മുടങ്ങാതെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചു. കണ്ണൻ്റെ കാരുണ്യം. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാകിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തി വ്രജേന തത്രാഖിലജീവധാംനാ. തത്ര ആദൗ പരിസുപ്ത ശക്തിവ്രജേന അഖിലജീവധാംനാ ത്വയാ പ്രളയാവസാനേ പ്രബോധയാ ഇതി കാലാഖ്യശക്തിം ആദിശത പ്രസുപ്തം കില. ആ പ്രളയാരംഭത്തിൽ തത്ര ആദൗ പരിസുപ്തശക്തിവ്രജേന തന്നിൽ ലയം പ്രാപിച്ച മൂലപ്രകൃതി തുടങ്ങിയ ആ ശക്തികളോടുകൂടി, ശക്തിവ്രജങ്ങളോടുകൂടി അഖില ജീവധാംന ത്വയ എല്ലാ ജീവജാലങ്ങൾക്കും
ആശ്രയമായിരിക്കുന്ന, എല്ലാത്തിനും കാരണമായിരിക്കുന്ന, ആശ്രയമായിരിക്കുന്ന അഖില ജീവധാമ്ന ത്വയ അവിടുന്ന് പ്രളയാവസാനേ പ്രബോധ ഇതി, പ്രളയത്തിൻ്റെ അവസാനത്തിൽ ഉണർത്തുക. ആരെ ഉണർത്തുക? മാം പ്രബോധയ, എന്നെ ഉണർത്തു എന്നാണ്. ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെ വലിയ തലത്തിലാണ്, കാലാഖ്യശക്തിയോട് പറഞ്ഞു എന്നാണ്. നമ്മളൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടാണ് ചിലപ്പോൾ കിടക്കുക, ഞാൻ എന്താ ഉറങ്ങാൻ പോണു, സമയമാകുമ്പോൾ എന്നെ വിളിച്ചോളൂ എന്നുള്ളത് പോലെ ഭഗവാനും അതെ അതിൻ്റെ വലിയ തലത്തിലാണ് ഇതിനെ ചിന്തിക്കേണ്ടത്. നമ്മൾ അറിയാൻ വേണ്ടി ഒരു ഉപമ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, മറിച്ച് ഭഗവാൻ പ്രളയാവസാനത്തിൽ എന്നെ ഉണർത്തൂ എന്ന് കാലമാകുന്ന ശക്തിയോടെ, കാലാഖ്യശക്തി, കാലം എന്ന പേരോടുകൂടിയ ആ ശക്തിയോട് ആദിശതാ പ്രസുപ്തം കില, ആജ്ഞാപിക്കുന്നവനായിട്ട് അല്ലെങ്കിൽ ആജ്ഞാപിച്ചിട്ട് നിദ്രയിലേക്ക്, പ്രസുപ്തം കില, നിദ്രയിലേക്ക് ആണ്ടുപോയി എന്ന് പറയണം. ഇപ്പം ഭഗവാൻ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങുന്നതിന് മുമ്പ് കാലശക്തിയെ വിളിച്ചിട്ട് കാലശക്തിയോട് പറഞ്ഞു, എന്നെ പ്രളയത്തിൻ്റെ അവസാനത്തിൽ ഉണർത്തണം എന്ന് പറഞ്ഞ് നിദ്രയിലേക്ക് തിരിഞ്ഞു. ഭഗവാൻ യോഗനിദ്ര ആരംഭിച്ചു എന്നാണ്. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാ കിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംന. അടുത്തതായി ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. പ്രളയത്തിൻ തുടക്കത്തിൽ തന്നില്ലാകെ ലയിച്ചൊരാശക്തികളുമായി ദേവൻ ആശ്രയബന്ധു. പ്രളയത്തിനവസാനം ഉണർത്തുക എന്നെ എന്നും ശക്തിയോടു ആജ്ഞാപിച്ചു ഉറക്കമായി. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ നാരായണ വായുപുരേശ. നാരായണ നാരായണ വാതപുരീശ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.